കുറേ പച്ചക്കറി പേര് പഠിച്ചല്ലേ? മത്തൻ, ചേന, കുമ്പളങ്ങ, മുരിങ്ങയ്ക്ക, അങ്ങനെ കുറേ പഠിച്ചില്ലേ? നിങ്ങൾ ഈ കൃഷി കണ്ടിട്ടുണ്ടോ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്? ഉണ്ടോ? ആരാ കണ്ടുള്ളത്? അത് പറഞ്ഞ എങ്ങനെയാണെന്നുള്ളത്? ആ ആ ആ അപ്പൊ നമ്മൾ സ്നേഹിക്കൂടെ കണ്ടിട്ടുണ്ടോ അല്ലേ കൃഷി? നമുക്കൂടെ കാണണ്ടേ? എല്ലാവർക്കും നമസ്കാരം. കാര്യങ്ങൾ കുറേശ്ശെ എല്ലാവർക്കും മനസ്സിലായല്ലോ. അതെ, പ്രിൻസ് സ്കൂളിലെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ചെറിയ ഫീൽഡ് ട്രിപ്പ് പോകുകയാണ്. യാത്ര ചെറുതാണെങ്കിലും അവർ സമ്പാദിക്കാൻ പോകുന്ന അറിവ് അത്ര വിലപ്പെട്ടതാണ്. മലയാളത്തിൽ 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു പാഠമുണ്ട്. എന്താണ് കൃഷി? ഏത് തരം കൃഷികളാണുള്ളത്? ജൈവ കൃഷി എന്താണ്? എന്തൊക്കെ പച്ചക്കറികളാണ് നമുക്ക് ചുറ്റുമുള്ളത്? എല്ലാം വ്യക്തമായി ടീച്ചർ പാഠഭാഗത്ത് നിന്ന് പറഞ്ഞു കൊടുത്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. എങ്കിൽ അതൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് ഞങ്ങളും കരുതി. ഇതാദ്യമായല്ല ഈ യാത്ര. ഇതിനു മുമ്പും പല പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പല യാത്രകൾ നടത്തിയിട്ടുണ്ട്. അതിൽ നിന്നും അവർക്ക് കിട്ടിയിരിക്കുന്ന അറിവുകൾ വളരെ വ്യത്യാസമാണ്. ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണെങ്കിലും അതിനെ നേരിടാൻ അവർ പ്രാപ്തരുമാണ് ആ ഒരു യാത്ര കൊണ്ടിട്ട്. പ്ലേ ഗ്രൂപ്പിലെ കുട്ടികൾ ഉൾപ്പെടെ 4ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങളുമായിട്ടാണ് ഈ യാത്ര പോകുന്നത്. യാത്രയ്ക്ക് മുമ്പ് പല ചോദ്യങ്ങളും ഞങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്നു. ടീച്ചറെ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? വെറുതെ സമയം കളയുവല്ലേ? പാഠത്തിൽ തന്നെ ഉണ്ടല്ലോ എല്ലാം വ്യക്തമായി. ക്ലാസ് മുറിയിൽ പോരെ പഠനം? ചോദ്യങ്ങൾ പലതായിരുന്നെങ്കിലും ഞങ്ങൾക്കുള്ള ഉത്തരം ഒരൊറ്റ ഒന്നായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഏറ്റവും നല്ലത് എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. അതിനുവേണ്ടിയാണ് ഈ യാത്ര. കല്ലിങ്കൽ പ്രവർത്തിക്കുന്ന കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേക്കായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. ഈ യാത്ര ചിലപ്പോൾ അവർക്ക് അവരുടെ അച്ഛനോടും അമ്മയോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയാനുള്ള ഒരു കഥയായിരിക്കാം. ചിലപ്പോൾ കൂട്ടുകാരുമായിട്ട് പോയ ഏറ്റവും മനോഹരമായ ഒരു ഓർമ്മയായിരിക്കാം. എങ്കിലും മറ്റൊരാളോട് ആ ഒരു അറിവ് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അവരുടെ ഓർമ്മയിൽ അത് സൂക്ഷിക്കപ്പെടുകയല്ലേ. പേടി കൂടാതെ എല്ലാ കാര്യവും മറ്റൊരാളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഒരു അറിവല്ലേ. വരുന്ന വഴി കണ്ട കരിമ്പിനെ കുറിച്ചായിരുന്നു ചോദ്യം മുഴുവൻ. ഇത്രയധികം കരിമ്പോ? എന്തിനാണ് ഇത്രയും കരിമ്പ്? അവർ ചോദ്യങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നവരോട് തന്നെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ഉത്തരം തരാമെന്നവരും ലളിതവും മനോഹരമായ രീതിയിൽ കുഞ്ഞിക്കാതുകളിലേക്ക് ഓരോ ഉത്തരവും എത്തിച്ചു കൊടുത്തിരിക്കുന്നു. ഇത്രയും കരിമ്പ് ഉപയോഗിച്ച് നമ്മൾ ശർക്കര ഉണ്ടാക്കും. എല്ലാ ശർക്കരയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പതിയൻ ശർക്കര എന്ന പേരും പറഞ്ഞു കൊടുത്തിരിക്കുന്നു. പതിയൻ ശർക്കരയോ? അതൊന്ന് കാണാമോ? പിന്നെന്താ, കാണിച്ചു തരാം. നിങ്ങൾ കരിമ്പിൻ്റെ ജ്യൂസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ? ആദ്യം ഒന്ന് പതറിയെങ്കിലും കുഞ്ഞു വായിൽ നിന്നും ആ ഉത്തരങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. കണ്ടിട്ടുണ്ട്. അച്ഛനും അമ്മയുമായി പുറത്തു പോയപ്പോൾ ഒരു ദിവസം കരിമ്പും ജ്യൂസ് കുടിക്കാൻ വഴിയരികിൽ കണ്ട ഒരു കടയിൽ കയറിയിരുന്നു. അവിടെ ഞാൻ ഈ മെഷീൻ കണ്ടിട്ടുണ്ട്. ഈ മെഷീനിൽ നിന്നാണ് കരിമ്പും ജ്യൂസ് എടുക്കുന്നതെന്ന് ഉത്തരവും